Hello students, in this session I will be covering Annamalai University's Bachelor of Commerce first year subject Management Principle Lesson 10. Types of organizational structure. First topic, types of organization structure, that is functional structure. എന്താണ് ഈ ഫങ്ഷണൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ? ഓർഗനൈസേഷൻ്റെ ഫങ്ഷണൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അതായത് ഒരു ഓർഗനൈസേഷനിൽ, അതായത് ഒരു സ്ഥാപനത്തിൽ പലതരത്തിലുള്ള ഫങ്ഷൻസ് ഉണ്ടാവും. എന്തൊക്കെയാണ് ഫങ്ഷൻസ്? ഫിനാൻസ് എന്ന് പറഞ്ഞ ഫങ്ഷൻ ഉണ്ടാവും, മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് എന്ന് പറഞ്ഞ ഫങ്ഷൻ ഉണ്ടാവും, HR എന്ന് പറഞ്ഞ ഫങ്ഷൻ ഉണ്ടാവും, പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ ഫങ്ഷൻ ഉണ്ടാവാം, ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞ ഫങ്ഷൻ ഉണ്ടാവാം, IT എന്ന് പറഞ്ഞ ഫങ്ഷൻ ഉണ്ടാവാം, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ ഫങ്ഷൻ ഉണ്ടാവാം. ഇനി വേറെ ഡിപ്പാർട്ട്മെന്റ് പല ഫങ്ഷൻസും ഉണ്ടാവാം. ഇവരെല്ലാം ബേസിക്കലി ഡിപ്പാർട്ട്മെന്റുകളായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ഒരു ഓർഗനൈസേഷനെ പല പല ഫങ്ഷൻസ് ആയിട്ട് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ്സ് ആയിട്ട് തിരിച്ചാൽ അതിനെ ഫങ്ഷണൽ സ്ട്രക്ചർ എന്ന് നമുക്ക് വിളിക്കാം. ഈ ഓരോ ഫങ്ഷൻസിനും അതായത് മാനേജേഴ്സ് ഉണ്ടാവും. അതായത് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന പോലെ ഓരോ ഡിപ്പാർട്ട്മെന്റ് ഓരോ ഫങ്ഷൻസിനും അതിൽ മാനേജേഴ്സ് ഉണ്ടാവും. ആ മാനേജേഴ്സ് ആണ് ആ ഡിപ്പാർട്ട്മെന്റ് ഭരിക്കുന്നത്. അതിൻ്റെ കംപ്ലീറ്റ് കൺട്രോള്, ഫങ്ഷന്റെ കൺട്രോള് ആ ടോപ്പ് ലെവൽ മാനേജേഴ്സ് ഉണ്ടാവും. ഓക്കെ, ഇങ്ങനെ തിരിക്കുന്നതിനെയാണ്, ഫങ്ഷനെ ബേസ് ചെയ്ത് തിരിക്കുന്നതിനെയാണ് ഫങ്ഷണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അടുത്തത് ഡിവിഷണൽ സ്ട്രക്ചർ. അതായത് ഒരു ഓർഗനൈസേഷന് തന്നെ പല ഡിവിഷൻസ് ഉണ്ടാവും. മാർക്കറ്റിംഗ് ഡിവിഷൻ ഉണ്ടാവാം, എന്താ പറയുക, കെമിക്കൽ ഡിവിഷൻ ഉണ്ടാവാം, മാനുഫാക്ചറിങ് ഡിവിഷൻ ഉണ്ടാവാം ഒരു ഓർഗനൈസേഷനിൽ തന്നെ. അങ്ങനെ ഡിവിഷൻസ് ആയിട്ട് ഓരോ ഡിവിഷൻ്റെ അകത്തും HR ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, IT ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഡിവിഷൻസ് ആയിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസിന് വേണ്ടി, അത് ഇതൊക്കെ ഭരിക്കാനുള്ള പർപ്പസിന് വേണ്ടി, എളുപ്പത്തിന് വേണ്ടിയിട്ട് പല ഭാഗങ്ങളായിട്ട് തിരിച്ച്, പല ഡിവിഷൻസ് ആയിട്ട് തിരിച്ചിട്ട് കൈകാര്യം ചെയ്യുന്നതിനെയാണ് ഡിവിഷണൽ സ്ട്രക്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് അഡാപ്റ്റീവ് സ്ട്രക്ചർ. ദിസ് ടൈപ്പ് ഓഫ് സ്ട്രക്ചർ ഈസ് ഡിസൈൻഡ് ആസ് ടു കോപ്പ് വിത്ത് ദ യുണീക് നേച്ചർ ഓഫ് അണ്ടർടേക്കിംഗ് ആൻഡ് ദ സിറ്റുവേഷൻസ് ഇൻ ദ ഓർഗനൈസേഷൻ. പലതരത്തിലുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതായിട്ട് ഒരു ഓർഗനൈസേഷൻ്റെ അകത്ത് വരും. അങ്ങനെ ആ സിറ്റുവേഷൻ അനുസരിച്ച് ചേഞ്ചസ് വരുത്താൻ സാധിക്കുന്ന രീതിയിൽ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അതിനെയാണ് അഡാപ്റ്റീവ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അഡാപ്റ്റീവ് സ്ട്രക്ചർ രണ്ട് തരത്തിലുണ്ട്. പ്രോജക്റ്റ് ഓർഗനൈസേഷൻ ഉണ്ട്, അതായത് പ്രോജക്റ്റുകൾക്ക് വേണ്ടി പ്രത്യേക തരത്തിലുള്ള പ്രോജക്റ്റുകൾ കൈകാര്യം ചെയ്യാൻ, തുടങ്ങാനും അത് അവസാനിപ്പിക്കാനും വേണ്ടി മാത്രം. അതായത് പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യും, അത് പ്രോജക്റ്റിന്റെ വർക്കുകളെല്ലാം കണ്ടിന്യൂ ചെയ്ത് പോകും, അവസാനം ആ പ്രോജക്റ്റ് അവസാനിച്ച് കഴിയുമ്പോൾ ആ സ്ട്രക്ചർ അവിടെ അവസാനിക്കും. അപ്പോൾ ഓരോരോ പ്രോജക്റ്റുകൾക്കും ഓരോരോ ആവശ്യങ്ങൾക്കും വർക്കുകൾക്കും വേണ്ടിയിട്ട് സ്ട്രക്ചർ ഉണ്ടാക്കുന്നതിനെയാണ് പ്രോജക്റ്റ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ പ്രോജക്റ്റ് സ്ട്രക്ചർ എന്ന് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ അഡാപ്റ്റീവ് സ്ട്രക്ചറിൻ്റെ അകത്താണ് ഉള്ളത്. അടുത്തത് മാട്രിക്സ് ഓർഗനൈസേഷൻ. മാട്രിക്സ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് വേറെ തരത്തിലുള്ള സ്ട്രക്ചറാണ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് താഴെ കാണാം അതെങ്ങനെയാണെന്നുള്ളത്. അത് ഉപയോഗിച്ചിട്ടാണ് ആ ഓർഗനൈസേഷൻ അഡാപ്റ്റീവ് സ്ട്രക്ചറിൻ്റെ അകത്ത് ജോലികൾ കൈകാര്യം ചെയ്യുന്നത്. അത് ഓരോ തരത്തിൽ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഈ പ്രോജക്റ്റ് ഓർഗനൈസേഷനും മാട്രിക്സ് ഓർഗനൈസേഷനും ഉണ്ടാക്കുന്നത്, ഓരോ ഓർഗനൈസേഷൻ സ്ട്രക്ചറിൻ്റെ അകത്ത് തന്നെ. ഓക്കെ, ജോലികൾ, അതിൻ്റേതായിട്ടുള്ള ജോലികൾ നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, എന്താണ് പ്രോജക്റ്റ് ഓർഗനൈസേഷൻ? അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രോജക്റ്റ്, അതായത് ഒരു സെറ്റ് ഓഫ് ജോലികൾ കൈകാര്യം ചെയ്യാൻ അതിൻ്റെ ആളുകളെയും എല്ലാം അതിന് അലോക്കേഷനാണ്, റിസോഴ്സസ് അലോക്കേഷന് വേണ്ടിയിട്ട് ആ ജോലികൾ നടത്തിക്കൊണ്ട് പോകാൻ, അത് കുറച്ച് കാലയളവിലേക്ക്, ചിലപ്പോൾ 6 മാസം ആവാം, ചിലപ്പോൾ 1 വർഷം ആവാം, 2 വർഷം ആവാം, 3 വർഷം ആവാം, 5 വർഷം ആവാം, ചിലപ്പോൾ 10 വർഷം ആവാം. ഓക്കെ, ആ പ്രോജക്റ്റ് തുടങ്ങുകയും അവസാനിക്കുകയും ചെയ്യുന്നത്. ആ കാലയളവിലേക്ക് ഉണ്ടാക്കുന്ന സ്ട്രക്ചർ, ആരൊക്കെയാണ് എന്തൊക്കെയാണ് ജോലികൾ ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കാൻ വേണ്ടി അതിനെ ബേസ് ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു സ്ട്രക്ചറാണ് പ്രോജക്റ്റ് ഓർഗനൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് അഡാപ്റ്റീവ് സ്ട്രക്ചറിൻ്റെ ഉള്ളിലാണ് വരുന്നത്.
ഇനി മാട്രിക്സ് ഓർഗനൈസേഷൻ. മാട്രിക്സ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞത് ഒരു പ്രോജക്റ്റിന് വേണ്ടി തന്നെയാണ് ഉണ്ടാക്കുന്നത് എങ്കിൽ കൂടിയും അതിന് ഫങ്ഷൻസിൻ്റെ ഓരോരോ ഫങ്ഷൻസ് എന്തൊക്കെയാണ് കൈകാര്യം ചെയ്യുന്നത് അതിൻ്റെ സ്പെഷ്യലൈസേഷൻ അനുസരിച്ചാണ്. ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടായിരുന്നു, HR ഫങ്ഷൻ, മറ്റേ ഫിനാൻസ് ഫങ്ഷൻ, മെറ്റീരിയൽസ് ഡിപ്പാർട്ട്മെൻറ്റ്, അങ്ങനത്തെ ഓരോരോ ഇതനുസരിച്ച് എന്തൊക്കെയാണോ ആരൊക്കെയാണോ കൈകാര്യം ചെയ്യുന്നത് അതനുസരിച്ചാണ് മാട്രിക്സ് ഓർഗനൈസേഷൻ ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, മാട്രിക്സ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഇവിടെ കാണാം. നമുക്ക് ഓരോന്നിനും പ്രോജക്റ്റ് മാനേജേഴ്സ് ഉണ്ടാവും. അത് അവരുടെ സൈഡിൽ തന്നെയാണ് അതിൻ്റെ ഫങ്ഷണൽ മാനേജേഴ്സ് നമ്മളിപ്പം കണ്ടു. ഹ്യൂമൻ റിസോഴ്സ് മാനേജർ ഓരോരോ കൈകാര്യം ചെയ്യാനുള്ള ഓരോരോ ഏരിയാസ് കൈകാര്യം ചെയ്യാനുള്ള ഫിനാൻസ്, അതിൻ്റെ ബഡ്ജറ്റിങ്, മെറ്റീരിയൽസ്, അങ്ങനെ പല ആ പ്രോജക്റ്റിന് ഓരോരോ പ്രോജക്റ്റിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവും. അപ്പം പിന്നെ കൂടാതെ ടീം മെമ്പേഴ്സ് ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രോജക്റ്റ് സ്ട്രക്ചർ ഉണ്ടാക്കും, ഒരു മാട്രിക്സ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഉണ്ടാക്കും. അതിനെയാണ് മാട്രിക്സ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി വീക്ക് മാട്രിക്സ് എന്താണ്? ദിസ് ടൈപ്പ് ഓഫ് മാട്രിക്സ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഈസ് നൈറ്റ് മാരിഷ്. നൈറ്റ് മാരിഷ് എന്ന് പറഞ്ഞാൽ വലിയ തലവേദനയാണ്, ഉറക്കം കെടുത്തുന്നതാണെന്ന് ഉദ്ദേശിക്കുന്നത് നൈറ്റ് മാരിഷ് എന്ന് പറഞ്ഞത് ഫോർ പ്രോജക്റ്റ് മാനേജേഴ്സ്. അതായത് ഈ ആളുകളൊക്കെ വളരെ കുറവായിരിക്കും, പല ആളുകളും പലതായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ഇൻ ദ വീക്ക് മാട്രിക്സ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ പ്രോജക്റ്റ് മാനേജേഴ്സ് ആർ ഇഫക്റ്റീവ്ലി റെഡ്യൂസ്ഡ് ടു ബീയിങ് പ്രോജക്റ്റ് ഫെസിലിറ്റേറ്റേഴ്സ്. ഈ പ്രോജക്റ്റ് മാനേജർക്ക് വലിയ പവർ ഉണ്ടാവില്ല. ഈ ചെയ്യുന്നത് ഈ ഫങ്ഷണൽ ആയിട്ടുള്ള മാനേജേഴ്സ് ആയിരിക്കും കൂടുതൽ കാര്യങ്ങളും ഒക്കെ കൈകാര്യം ചെയ്യുന്നത്. പ്രോജക്റ്റ് മാനേജർ അവിടെ വെറുതെ അവിടെ ഇരിക്കുന്നുണ്ടാവും എന്നേ ഉള്ളൂ, അതിൻ്റെ ഹെഡ് മാത്രമായിട്ട് ഇരിപ്പുണ്ടാവും. പക്ഷെ കൂടുതൽ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നതും ഡേ ടു ഡേ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതും ഈ ഫങ്ഷണൽ ആളുകൾ തന്നെയായിരിക്കും. കാര്യങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് ഒരു മേൽനോട്ടം വഹിക്കുക എന്ന് മാത്രമേ പ്രോജക്റ്റ് മാനേജർ എന്ന് പറഞ്ഞ ആൾക്ക് ഉണ്ടാവുകയുള്ളൂ. അതാണ് അങ്ങനെയുള്ളതിനെയാണ് വീക്ക് മാട്രിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി സ്ട്രോങ് മാട്രിക്സ് എന്താണ്? ഓൾ ദീസ് പ്രോബ്ലംസ് ലെഡ് ടു ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ദി സ്ട്രോങ് മാട്രിക്സ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. In the strong matrix organization structure, the tables are reversed from the weak matrix organization structure. The intent is that the project managers that are responsible for the workers rather than the line managers. Strong matrix organization structure പ്രോജക്റ്റ് മാനേജേഴ്സിനാണ് ഏറ്റവും കൂടുതൽ അധികാരമുള്ളത്. കാരണം അവരാണ് ആ പ്രോജക്റ്റ് ഹെഡ് ചെയ്യുന്നത്. അപ്പോൾ മൊത്തത്തിലെ വർക്കേഴ്സിൻ്റെയും ആ ജോലി എടുക്കുന്ന ആളുകളുടെ ഒക്കെ അധികാരം അല്ലെങ്കിൽ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി പ്രോജക്റ്റ് മാനേജേഴ്സിനാണ്. ആ മൊത്തം പ്രോജക്റ്റിൻ്റെ അധികാരം പ്രോജക്റ്റ് മാനേജേഴ്സിനാണ്. ശരിക്കും അങ്ങനെയാണ് വേണ്ടത്. എപ്പോഴും സ്ട്രോങ് മാട്രിക്സ് ഓർഗനൈസേഷൻ സ്ട്രക്ചറാണ് വേണ്ടത്. ഇല്ലെങ്കിൽ ആ പ്രോജക്റ്റുകൾ പല ദിശയിൽ, ഒരു പ്രോജക്റ്റിനെ പല ദിശയിൽ പോയി എന്ന് വരും. അപ്പോൾ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ ആളുണ്ടാവില്ല. അവസാനം പ്രോജക്റ്റ് മാനേജർ കുഴപ്പത്തിൽ ചാടുകയും ചെയ്യും. കാരണം ഫങ്ഷണൽ മാനേജേഴ്സ് അല്ലെങ്കിൽ ലൈൻ മാനേജേഴ്സ് കൈകാര്യം ചെയ്യാൻ എല്ലാ കാര്യങ്ങളും അവരെ ഇഷ്ടമനുസരിച്ച് കൈകാര്യം ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഇത് നയിക്കാൻ, പ്രോജക്റ്റ് നയിക്കാൻ ഉള്ള ആൾ വീക്കായി പോകും, അയാൾക്ക് നയിക്കാൻ പറ്റിയില്ല എന്ന് വരും. അപ്പോൾ എപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ട്രോങ് മാട്രിക്സ് ഉണ്ടാവണം. സ്ട്രോങ് മാട്രിക്സ് ഓർഗനൈസേഷൻ സ്ട്രക്ചറാണ് ഉണ്ടാവേണ്ടത്. ഓക്കെ, അതിൽ പ്രോജക്റ്റ് മാനേജേഴ്സ് കൈകാര്യം ചെയ്യും. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും പ്രോജക്റ്റ് മാനേജറുടെ തലയിലൂടെ ആയിരിക്കും ഓടുന്നത്. ഓക്കെ, എല്ലാ അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും. അപ്പോൾ അയാൾ എടുക്കുന്ന തീരുമാനങ്ങൾ ചിലപ്പോൾ തെറ്റിപ്പോയി കഴിഞ്ഞാൽ ആ പ്രോജക്റ്റ് തന്നെ അവതാളത്തിലാവാനുള്ള സാധ്യതയും ഉണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ എല്ലാം പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാട്രിക്സ്, ബാലൻസ്ഡ് മാട്രിക്സ് എന്ന് പറയുന്നത്. Okay, there is an old saying, power corrupts and absolute power corrupts absolutely. അതായത് ഒരാൾ തന്നെ സ്ട്രോങ് മാട്രിക്സിൽ പ്രോജക്റ്റ് മാനേജറാണ് എല്ലാ പവറും പിടിച്ചിറക്കി വെച്ചേക്കുന്നത്, വേറെ ആൾക്കും കൊടുക്കാതെ. അപ്പോൾ അത് കുഴപ്പത്തിലായി തീരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് വേണം എന്ന് തോന്നിയത് കൊണ്ടാണ് ബാലൻസ്ഡ് മാട്രിക്സ് സ്ട്രക്ചർ ഉണ്ടാവുന്നത്. ഓക്കെ, ഇതിലെന്താണ്? there needs to be some manner to bring each into
equilibrium, otherwise one group will rule the other. അതായത് ഈ ഒരു പ്രോജക്റ്റിനകത്ത് ഏതെങ്കിലും ഗ്രൂപ്പ് നല്ല അപ്പർ ഹാൻഡ് ഉണ്ടെങ്കിൽ ആ അപ്പർ ഹാൻഡ് ഉള്ള ഫംഗ്ഷൻ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് മറ്റ് ടീമുകളെ അല്ലെങ്കിൽ മറ്റ് ഫംഗ്ഷൻസിനെ റൂൾ ചെയ്യാൻ അധികാരം കൊണ്ട് അവരെ ഭരിക്കാനുള്ള ഇടവരുത്തും. ഓക്കെ, പ്രത്യേകിച്ച് റവന്യൂ ഏർണിംഗ് ഡിപ്പാർട്ട്മെന്റ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ മറ്റ് ഡിപ്പാർട്ട്മെന്റുകളെ സപ്പോർട്ടീവായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകളെ ഭരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ആണ് ബാലൻസ്ഡ് മാട്രിക്സ്, എല്ലാവർക്കും തുല്യമായിട്ടുള്ള അവകാശങ്ങൾ, കൂടാതെ ആ ഡിപ്പാർട്ട്മെന്റിനെ അല്ലെങ്കിൽ ആ ഫംഗ്ഷൻസിനെ എല്ലാത്തിനെയും ഭരിക്കാൻ ഒരു ടോപ്പിൽ ഒരാൾ എന്ന്. അത് ഭരിക്കുക എന്ന് പറഞ്ഞാൽ നോക്കി നടത്താൻ കാര്യങ്ങളൊക്കെ ഓൺ എ ഡേ ടു ഡേ ബേസിസ് നോക്കി നടത്താൻ ഒരാൾ, ഒരു പ്രോജക്ട് മാനേജർ. ആ സ്ട്രക്ചറിനെയാണ് ബാലൻസ്ഡ് മാട്രിക്സ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്രയും പോയിന്റ്സ് ആണ് ഈ ലെസൺ 10-ലുള്ളത്, അതായത് ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചറിലുള്ളത്. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് നോക്കാം. ഇതിന് വരാമുള്ളത് വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവാം. എസ്എ ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് എത്രയൊക്കെ സ്ട്രക്ചറാണ് ഉള്ളത്. ഫങ്ഷണൽ സ്ട്രക്ചർ, ഡിവിഷണൽ സ്ട്രക്ചർ, അഡാപ്റ്റീവ് സ്ട്രക്ചർ. അഡാപ്റ്റീവ് സ്ട്രക്ചറിന്റെ കീഴിൽ പ്രോജക്റ്റ് ഓർഗനൈസേഷൻ ആൻഡ് മാട്രിക്സ് ഓർഗനൈസേഷൻ ഉണ്ട്. മാട്രിക്സ് ഓർഗനൈസേഷന്റെ കീഴിൽ മാട്രിക്സ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഉണ്ട്, വീക്ക് മാട്രിക്സ് സ്ട്രക്ചർ ഉണ്ട്, സ്ട്രോങ് മാട്രിക്സ് സ്ട്രക്ചർ ഉണ്ട്, ബാലൻസ് മാട്രിക്സ് സ്ട്രക്ചർ ഉണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ അനുസരിച്ച് മാർക്ക് അനുസരിച്ച് ക്വസ്റ്റ്യൻസിന്റെ ആൻസർ എഴുതുക. ഇനി ചെറിയ ക്വസ്റ്റ്യൻസ് ആയിട്ട് വാട്ട് യു അണ്ടർസ്റ്റാൻഡ് ബൈ വീക്ക് മാട്രിക്സ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ, അല്ലെങ്കിൽ സ്ട്രോങ് മാട്രിക്സ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ, അല്ലെങ്കിൽ ബാലൻസ്ഡ് മാട്രിക്സ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് ചോദിക്കാം. കൂടാതെ വാട്ട് യു അണ്ടർസ്റ്റാൻഡ് ബൈ പ്രോജക്റ്റ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ പ്രോജക്റ്റ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ മാട്രിക്സ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് ചോദിക്കാൻ ക്വസ്റ്റ്യൻ ഉണ്ടാവാം. ഓക്കെ, ഡിവിഷണൽ സ്ട്രക്ചർ, ഡിവിഷണൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഫങ്ഷണൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് ചെറിയ ക്വസ്റ്റ്യൻ ഉണ്ടാവാം. ഓക്കെ, ഇതിനൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, താങ്ക് യു, ഓൾ ദ ബെസ്റ്റ്.